ഹലോ ഗൈസ്, അങ്ങനെ ഞാനും പോയി മറൈൻ ഫാൻറ്റസി എക്സ്പോയിലോട്ട്. അവിടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ പെട്ടെന്ന് പോവായിരുന്നു. അങ്ങനെയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇത്രയും തിരക്കുള്ള കാര്യം ഞാൻ അറിയണത്. അങ്ങനെ ടിക്കറ്റ് എങ്ങനെയൊക്കെയോ കിട്ടി. ഞാൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഗൈസ്, ഇഷ്ടം പോലെ മീനാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീൻ. പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്രണ്ടിലത്തെ ബോർഡിലുണ്ടായിരുന്ന ആ കളർ കുട്ടി മീനായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ മീൻ. മുറിച്ച് മസാലയൊക്കെ തേച്ച് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ബട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്, കഴിക്കാൻ വേണ്ടിയിട്ടില്ല. അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഓരോ അറകളിലായിട്ട് ഇഷ്ടം പോലെ മീനുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മീൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നല്ല രസമുണ്ടായിരുന്നു. കണ്ട് പോകാൻ ഒരുപാട് മീനുകളുണ്ട്. ഇഷ്ടം പോലെയാണ് അതിനകത്ത് കിടപ്പുള്ളത്. അപ്പം ഇവിടെ സ്ഥലം വന്നിട്ട് നെയ്യാറ്റിൻകര കൃഷ്ണപുരം സ്ട്രീറ്റിലാണ് ഇതുള്ളത്. ഒരു ടിക്കറ്റിന് 100 റുപ്പീസാണ് വരുന്നത്. പിന്നെ അതിനകത്ത് ഫുൾ ബ്ലൂ കളറായിരുന്നു. കിടിലൻ സംഭവം ഗൈസ്, ഇഷ്ടം പോലെ ഉണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അവർക്ക് ഈ മീനിനൊക്കെ ഭയങ്കര ഇത് ഈ കളർ മീൻ കുറച്ചും കൂടി വലുതാണ്. ഇതിനെക്കോട്ട് ഏറ്റവും ചെറുതുണ്ട്. ഇത് ഓറഞ്ചും യെല്ലോ ആയിട്ടുള്ള കളേഴ്സിൽ ഇഷ്ടംപോലെ മീനുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തുടങ്ങിയ 2 ദിവസം കഴിഞ്ഞ ഉടനെ നമ്മളിങ്ങ് എത്തി. ഇനിയും വരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് ഇവിടെ ടിക്കറ്റ് പറഞ്ഞത്. ടിക്കറ്റിൻ്റെ വിലയും കുറവായതുകൊണ്ട് പിന്നെയും നമുക്ക് വരാൻ ചെയ്യാം. ഒരു മീൻ ഇതാ ഉമ്മ വെച്ച് ഇതാ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുക. അത് എന്ത് ടൈപ്പ്, ഇതിൻ്റെ കണ്ണൊക്കെ എവിടെ നിന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പിന്നെ ഈ കളർ മീൻ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എല്ലാം ചത്തുപോയി. അതുകൊണ്ട് ഇങ്ങനെ കാണാൻ കൊള്ളാം, ബട്ട് നമുക്ക് വാങ്ങിച്ചാൽ സംഭവം ശരിയാവില്ല. അങ്ങനെ ഇഷ്ടം പോലെ ഇതുപോലത്തെ മീൻ കുറേ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. നല്ല റെയിൻബോ കളേഴ്സാണ്, ഗ്രീൻ, റെഡ്, കുറേ കളേഴ്സ് ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ അടുത്ത് റോബോട്ടിനെയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സ്പൈ റോബോട്ടിനെ കാണിട്ടില്ല. ഇതാണ് നമ്മുടെ സ്പൈ റോബോട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഞാൻ തൊട്ടൊക്കെ നോക്കുവാണ് അതെങ്ങനെ ഇരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി. തൊട്ടൊക്കെ നോക്കി അനക്കമെല്ലാം കാണുന്നത്. അപ്പോഴാണ് ചേച്ചിയുടെ കൊച്ചനെ വിളിച്ചുകൊണ്ട് പോയത്. ചേച്ചി മതി വീഡിയോ എടുത്തതൊന്ന് വരുമോ, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ളതാണെന്ന് പറഞ്ഞിട്ട്. അടുത്തത് ഈ നമ്മൾ കാല് വെച്ചിട്ട് നമ്മളുടെ കാലിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും ഇത് അനങ്ങണത്. കയറിയിട്ട് എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീഴാൻ പോയി. പിന്നെ എനിക്ക് മനസ്സിലായി സംഭവം ഞാൻ തറയിൽ വീഴുമെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയെന്ന് പറഞ്ഞു. പിന്നെ ഒരു മേർമെയ്ഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ചേച്ചി. ഇത് ഫിലിപ്പീൻസ് എന്നാണ് പറയണത്. ബോർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഫിലിപ്പീൻസ് ആണെന്ന്. നല്ല സുന്ദരി കുട്ടി ചേച്ചിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഗോ ആൻഡ് എൻജോയ്. അപ്പോൾ ഓക്കെ, ബൈ, ലൈക്ക് ചെയ്യണേ.